നമസ്കാരം. ആഭ്യന്തരമായ സാമ്പത്തിക പ്രതിസന്ധികളും സുരക്ഷാ ഭീഷണികളും കാരണം ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അടുത്ത കാലത്തായി തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കടുത്ത പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ച് പരാജയപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ നയതന്ത്ര ചൂതാട്ടം ലിബിയയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് യാതൊരുവിധ ചരിത്രപരമായ താല്പര്യങ്ങളോ വലിയ തോതിലുള്ള പ്രവാസി സമൂഹമോ ഇല്ലാത്ത ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പാകിസ്ഥാൻ പെട്ടെന്ന് മധ്യസ്ഥനായി അവതരിച്ചതിന് പിന്നിൽ വലിയ സാമ്പത്തിക സൈനിക താല്പര്യങ്ങളുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. $4 ബില്യൺ വൻ ആയുധ കച്ചവടവും അമേരിക്കയുമായുള്ള നയതന്ത്ര അടുപ്പവുമാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തികൾ. ലിബിയയിൽ നിലവിൽ 2 വ്യത്യസ്ത ഭരണകൂടങ്ങൾ തമ്മിലാണ് കടുത്ത ആഭ്യന്തര യുദ്ധം നടക്കുന്നത്. ട്രിപ്പോളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ഗവൺമെൻറ് ഓഫ് നാഷണൽ യൂണിറ്റിയും ബെൻഗാസി കേന്ദ്രീകരിച്ച് ഖലീഫ ഹഫ്താറിൻ്റെ നേതൃത്വത്തിലുള്ള ലിബിയൻ നാഷണൽ ആർമി നയിക്കുന്ന ഗവൺമെൻറ് ഓഫ് നാഷണൽ സ്റ്റെബിലിറ്റിയുമാണ് ഈ 2 ചേരികൾ. ഇതിൽ ട്രിപ്പോളി പക്ഷത്തെ തുർക്കിയും ഖത്തറും പിന്തുണയ്ക്കുമ്പോൾ ബെൻഗാസി പക്ഷത്തിന് ഈജിപ്ത്, റഷ്യ, UAE എന്നീ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ലിബിയൻ നാഷണൽ ആർമിയുമായി ശക്തമായ പ്രതിരോധ ബന്ധമുള്ള പാകിസ്ഥാൻ ഈ 2 വിഭാഗങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകളുടെ മധ്യസ്ഥനായിട്ടാണ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീർ ലിബിയൻ നാഷണൽ ആർമിയുടെ ഡെപ്യൂട്ടി കമാൻഡർ സദ്ദാം ഹഫ്താറിന് റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഉജ്ജ്വല സ്വീകരണം നൽകിയതോടെയാണ് ഈ നീക്കങ്ങൾ പരസ്യമാകുന്നത്. ലിബിയയിലെ എണ്ണപ്പാടങ്ങളുടെയും ബജറ്റ് വരുമാനത്തിൻ്റെയും നിയന്ത്രണം ഉൾപ്പെടുന്ന 36 മാസത്തെ പുനരേകീകരണ പദ്ധതിയാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം മാനുഷിക പരിഗണനകൾ മുൻനിർത്തിയല്ല പാകിസ്ഥാൻ ഈ മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ലിബിയൻ നാഷണൽ ആർമിയുമായി പാകിസ്ഥാന് ഏകദേശം $4 ബില്യൺ അധികം മൂല്യം വരുന്ന വമ്പൻ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കരാർ പ്രകാരം ചൈനയുമായി സംയുക്തമായി വികസിപ്പിച്ച 16 JF-17 യുദ്ധവിമാനങ്ങളും 12 സൂപ്പർ മുഷാക്ക് പരിശീലന വിമാനങ്ങളും പാകിസ്ഥാൻ ലിബിയയ്ക്ക് കൈമാറും. ഈ ഇടപാട് യാഥാർത്ഥ്യമായാൽ ഒരു അറബ് രാജ്യത്തിന് JF-17 വിമാനങ്ങൾ വിൽക്കുന്ന ആദ്യത്തെ സംഭവമായി ഇത് മാറും. എന്നാൽ ലിബിയയ്ക്ക് മേൽ 2011 മുതൽ നിലനിൽക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധത്തിൻ്റെ നഗ്നമായ ലംഘനമായിരിക്കും ഈ നീക്കമെന്നത് പാകിസ്ഥാൻ്റെ നിഷ്പക്ഷ മധ്യസ്ഥൻ എന്ന അവകാശവാദത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. ലിബിയൻ വിഷയത്തിൽ ഇടപെടുന്നതിലൂടെ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യവും പാകിസ്ഥാനുണ്ട്. ഈ വർഷം ആദ്യം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന് വഴിയൊരുക്കാൻ ശ്രമിച്ചതിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെയും വലിയ പ്രശംസ പിടിച്ചു മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ഇതിനു മുൻപ് 2020 അമേരിക്കയും അഫ്ഗാൻ താലിബാനും തമ്മിലുള്ള ചരിത്രപരമായ ദോഹ കരാർ സാധ്യമാക്കുന്നതിലും തങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പലപ്പോഴും അവകാശപ്പെട്ടിട്ടുമുണ്ട്. ലിബിയയിൽ തുർക്കിയും ഖത്തറും പാകിസ്ഥാൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതും ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളുമായി പാകിസ്ഥാനുള്ള ബന്ധവും ഇസ്ലാമാബാദിന് അനുകൂല ഘടകങ്ങളാണ്. പുതിയ നീക്കത്തിലൂടെ അമേരിക്കയുമായി കൂടുതൽ അടുക്കാനും ലാഭകരമായ ആയുധ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനും ഊർജ്ജസമ്പന്നമായ ലിബിയയിൽ തന്ത്രപരമായ സ്വാധീനം ചെലുത്താനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു. ആഗോളതലത്തിൽ ഒരു വലിയ ശക്തിയായി സ്വയം അടയാളപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലിബിയൻ പ്രതിസന്ധിയിൽ പൂർണ്ണമായൊരു പരിഹാരം കാണാൻ അവർക്ക് മാത്രമായി സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈജിപ്ത്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് ലിബിയയിലുള്ള ചരിത്രപരവും സാമ്പത്തികവുമായ സ്വാധീനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ ഒരു 2ാം നിരക്കാരൻ മാത്രമാണ്. സ്വന്തം രാജ്യത്ത് കടുത്ത സാമ്പത്തിക തകർച്ചയും സുരക്ഷാ വെല്ലുവിളികളും അഫ്ഗാനിസ്ഥാനുമുള്ള അതിർത്തി സംഘർഷങ്ങളും നേരിടുന്ന പാകിസ്ഥാൻ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കെൽപ്പുള്ളവരാണെന്ന് കരുതുന്നത് വലിയൊരു കള്ളത്തരമാണ്. ചുരുക്കത്തിൽ ലിബിയയിലെ പാകിസ്ഥാൻ്റെ ഇടപെടൽ കേവലം മാനുഷിക താല്പര്യങ്ങൾക്കുമപ്പുറം സാമ്പത്തിക നേട്ടങ്ങളും തന്ത്രപരമായ നയതന്ത്ര വിജയങ്ങളും മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കച്ചവട നയതന്ത്രം മാത്രമാണ്. അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് പിന്നാലെ ലിബിയയിലും ഒരു സമാധാന ദൂതൻ്റെ പരിവേഷം അണിയാൻ ഇസ്ലാമാബാദ് ശ്രമിക്കുമ്പോൾ അത് കേവലം പ്രാദേശികമായ ഒരു നീക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ തങ്ങളുടെ നയതന്ത്ര സ്വാധീനവും ആയുധ വിപണിയും വിപുലീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. പരമ്പരാഗതമായി ലിബിയയുമായി മികച്ച നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്ന ഭാരതത്തിന് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ പോലും തന്ത്രപരമായ ചില നിലപാടുകളിലൂടെ തങ്ങളുടെ ആഗോള മേധാവിത്വം നിലനിർത്താനും പാകിസ്ഥാൻ്റെ സ്വാധീനത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഈ മേഖലയിൽ
ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിലും സാമ്പത്തിക സുരക്ഷയിലും വലിയ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയിലൂടെയുള്ള നയതന്ത്ര സമ്മർദ്ദവുമാണ് ഇതിൽ ഒന്നാമത്. ലിബിയൻ നാഷണൽ ആർമിക്ക് $4 ബില്യൺ യുദ്ധവിമാനങ്ങളും പരിശീലന വിമാനങ്ങളും വിൽക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കം 2011 ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധത്തിന് നഗ്നമായ ലംഘനമാണ്. ഇന്ത്യക്ക് ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശക്തമായി ഉന്നയിക്കാൻ സാധിക്കും. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലും മറ്റ് ആഗോള പ്ലാറ്റ്ഫോമുകളിലും സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരം അനധികൃത ആയുധ കച്ചവടങ്ങൾക്കെതിരെ പാകിസ്ഥാൻ അവിടെ ഒരു നിഷ്പക്ഷനായ മധ്യസ്ഥനല്ലെന്നും മറിച്ച് ഉപരോധങ്ങൾ കാറ്റിൽ പറത്തി തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള സാമ്പത്തിക താല്പര്യം മാത്രമാണ് അവർക്കുള്ളതെന്നും ആഗോള സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് ഇതിലൂടെ കഴിയും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന നയതന്ത്ര പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഔദ്യോഗിക ലിബിയൻ സർക്കാരുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കലാണ് രണ്ടാമത്തെ നടപടി. ലിബിയയിൽ നിലവിൽ 2 ഭരണകൂടങ്ങൾ തമ്മിലാണ് കടുത്ത ആഭ്യന്തര യുദ്ധം നടക്കുന്നത്. ഇതിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ട്രിപ്പോളി കേന്ദ്രീകരിച്ചുള്ള ഔദ്യോഗിക ഗവൺമെൻറ്റുമായി ഇന്ത്യക്ക് നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. പാകിസ്ഥാൻ ഒരു വിമത സൈനിക വിഭാഗത്തിന് ആയുധങ്ങൾ നൽകി തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ ജനാധിപത്യപരവും നിയമപരവുമായ ഔദ്യോഗിക ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ കൂടുതൽ വർദ്ധിപ്പിക്കും. ലിബിയയുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സാങ്കേതികവും മാനുഷികവുമായി പിന്തുണ നൽകുന്നത് വഴി ലിബിയൻ ജനതയുടെയും അവിടുത്തെ ഔദ്യോഗിക ഗവൺമെൻറ്റിൻ്റെയും വിശ്വാസം നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയും. ഊർജ്ജ സുരക്ഷയും ആഫ്രിക്കൻ മേഖലയിലെ സാമ്പത്തിക താൽപ്പര്യങ്ങളും രണ്ടാമത്തെ ഘടകമാണ്. ലിബിയ ഒരു വലിയ എണ്ണസമ്പന്ന രാഷ്ട്രമാണ്. മുൻകാലങ്ങളിൽ ഒട്ടനവധി ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ ലിബിയൻ എണ്ണപ്പാടങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ലിബിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്ന മുറയ്ക്ക് ഇന്ത്യൻ കമ്പനികളെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ഊർജിതമായ നയതന്ത്ര നീക്കങ്ങൾ നടത്തണം. ആഫ്രിക്കൻ മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സാമ്പത്തിക സൈനിക അധിനിവേശത്തെ തടയാൻ ഇന്ത്യൻ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വലിയ രീതിയിൽ സഹായകരമാകും. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു പങ്കാളിയാണ് തങ്ങളെന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ലിബിയൻ വിഷയത്തിൽ ഇന്ത്യ നേരിട്ടൊരു സൈനിക അല്ലെങ്കിൽ കക്ഷി പ്രഖ്യാപനത്തിന് മുതിരേണ്ടതില്ല എങ്കിലും മേഖലയിലെ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ്റെ ആയുധ കച്ചവട രാഷ്ട്രീയത്തെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി നേരിടുന്നതിനോടൊപ്പം ലിബിയയിലെ ഔദ്യോഗിക ഭരണകൂടങ്ങളുമായി ദൃഢമായ സൗഹൃദം നിലനിർത്തുകയാണ് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉചിതമായ മാർഗം. നയതന്ത്രപരമായ ജാഗ്രതയിലൂടെയും ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളിലൂടെയും ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഭാരതത്തിന് സാധിക്കുക തന്നെ ചെയ്യും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.